നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നൂറ്റാണ്ട് പഴക്കമുള്ള ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പുനർചിത്രീകരണം നടത്തിയ ഭിത്തി ചിത്രങ്ങൾക്ക് മുഹൂർത്തരാശിയിൽ തന്ത്രി കാട്ടുമാടം ഇളയെടുത്ത് മനക്കൽ ഈശാനൻ നമ്പൂതിരിപ്പാട് കണ്ണുകൾ വരച്ച് ജീവൻ പകർന്നു. കളരിവാതുക്കൽ നമ്പ്യാത്താൻ മൂത്ത പിടാരയുടെ മകൻ വടക്കേയിലത്ത് കേശവ പിടാരനും കുടുംബവും മുൻകൈയെടുത്താണ് നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമായ ചിത്രം പ്രസിദ്ധ ചുമർചിത്ര കലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിയെ കൊണ്ട് പുനർചിത്രീകരണം നടത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് കളരിവാതുക്കൽ വടക്കേയിലത്ത് സുജിത്ത് കേശവൻ്റെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത്. അജ്ഞാനത്തിൻ്റെ മുകളിൽ കയറി ജ്ഞാനപ്രകാശം നൽകുന്ന അത്യപൂർവമായ ദേവീ ചിത്രഭാവം പുനർജനിച്ചു. ഒന്നരാണ്ടുകൾക്ക് മുമ്പ് ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ സപ്തമാതൃക്കളുടെ ശ്രീകോവിൽ ഭിത്തിയിൽ തെയ്യമ്പാടി നമ്പ്യാർ സ്ഥാനിക കാരണവർ വരച്ച ഗണപതിയുടെയും ദേവിയുടെയും ചുവർ ചിത്രങ്ങളാണ് ഇപ്പോൾ പുനർചിത്രീകരണം നടത്തിയത്. 4 തൃക്കൈകളോടുകൂടിയ ദേവി, വലത്തെ ഒരു കൈയിൽ വാളും താഴെ കൈയിൽ വളഞ്ഞ കത്തിയും ഇടത്തു കൈയിൽ നീലത്താമരയും താഴെ പാനപാത്രവുമുണ്ട്. ദേവിയുടെ കാൽപാദത്തിനടിയിൽ കാണുന്ന രൂപം അജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീക ചിത്രീകരണമാണ്. കഴുത്തിൽ അണിഞ്ഞ തലയോട്ടിമാല അക്ഷരങ്ങളുടെ പ്രതീകവും തലയോട്ടികൾ കോർത്തിട്ട മാലയെ തന്ത്രശാസ്ത്രത്തിൽ 51 അക്ഷരങ്ങളുടെ പ്രതീകമായാണ് കൽപ്പിച്ചിട്ടുള്ളത്. അജ്ഞാനത്തെ കീഴ്പ്പെടുത്തിയ ജ്ഞാനദേവതയായ ചന്ദ്രികാദേവി എന്ന സോമേശ്വരിയുടെ ഭാവമാണ് നീലത്താമര. അതിൻ്റെ അർത്ഥധ്വനി പൂർണ്ണമാക്കുന്ന അത്യപൂർവ ചുവർ ചിത്രം. 4 തൃക്കൈകളോടുകൂടി സർവാഭരണ ഭൂഷിതനും മൂഷിക വാഹനനുമായ ഗണപതിയുടെ മറ്റൊരു ചിത്രം. തെയ്യമ്പാടി നമ്പ്യാർ ഭൂതവടിവ് സമ്പ്രദായത്തിൽ രചിച്ചതാണ് 63 ഇഞ്ച് ഉയരത്തിലും 53 ഇഞ്ച് വീതിയിലുമുള്ള ചിത്രങ്ങൾ. ഗുരുവായൂർ തോട്ടേക്കാട് ശാസ്ത്രശർമ്മൻ പ്രസാദ് നമ്പൂതിരിയാണ് അതേ വലുപ്പത്തിൽ പുനർചിത്രീകരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് കളരിവാതുക്കൽ വടക്കേയിലത്ത് സുജിത് കേശവന്റെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത്. പൂർണ്ണമായും പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം പുനരാവിഷ്കരിച്ചതെന്ന് ചുമർ ചിത്ര കലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ പ്രസാദ് നമ്പൂതിരി പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥിയാണ്. നേരത്തെ പഠനേന്ദ്രത്തിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രം വരയ്ക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ണൂർ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വരയ്ക്കാൻ ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ. പിന്നെ ഇവിടെ വരച്ച ചുമർചിത്രം പൂർണ്ണമായും നാച്ചുറൽ കളർ, പ്രകൃതി വർണ്ണം കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. പണ്ടത്തെ ആ ചിത്രത്തിൻ്റെ അതേ ഭാവത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ചുമർചിത്രം വരച്ചിട്ടുള്ളത്. ഇതിലുപയോഗിച്ചിട്ടുള്ള വർണ്ണങ്ങൾ കാവിച്ചുവപ്പ്, മഞ്ഞ, ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കല്ല് അരച്ചിട്ട് ഉണ്ടാക്കിയ കളറുകളാണ്. കട്ടനീലം ഉപയോഗിച്ചിട്ടാണ് നീലവർണ്ണം ചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെ വെള്ള നിറത്തിന് ചുണ്ണാമ്പും ഇളനീർ വെള്ളവും കൂട്ടിയിട്ടാണ് വെളുത്ത നിറം ഉപയോഗിച്ചിരിക്കുന്നത്. കറുപ്പിന് വേണ്ടിയിട്ട് എണ്ണക്കരിയാണ്, പണ്ടത്തെ കൺമഷിക്കൂട്ടന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ കളറുകൾക്ക് പിടുത്തത്തിനായിട്ട് വേപ്പിൻ പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആര്യവേപ്പിൻ്റെ പശ കളർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ചുമർചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നാച്ചുറൽ മെറ്റീരിയൽസ് പല സ്ഥലങ്ങളിൽ നിന്നുമാണ് കളക്ട് ചെയ്തത്. കാവിച്ചോപ്പും മഞ്ഞയൊക്കെ കുടജാതിയിൽ നിന്നും സൗവർണിക നദിയുടെ തീരത്തു നിന്നാണ് കളക്ട് ചെയ്തത്. അത് കളക്ട് ചെയ്തതിന് ശേഷം വർണ്ണങ്ങൾ ഉണ്ടാക്കുവാൻ പ്രത്യേക ഒരു പ്രൊസീജിയർ വഴി കളറ് ഉണ്ടാക്കി അത് ചുമർചിത്രം വരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കർണാടകയിലെ കൊല്ലൂർ കുടജാദ്രിയിൽ നിന്നും സൗവർണിക തീരത്തു നിന്നുമാണ് മഞ്ഞയ്ക്കും ചുവപ്പിനും വേണ്ട കല്ലുകൾ ശേഖരിച്ചെത്തിച്ചത്. വെള്ള നിറത്തിന് ചുണ്ണാമ്പും പച്ചയ്ക്ക് നീലമരിയില അരച്ചും നീലയ്ക്ക് കട്ടനീലവും ഉപയോഗിച്ച് മഞ്ഞ നിറത്തിന് തെളിച്ചമുണ്ടാക്കാൻ മനയോലയും ചുവപ്പിന് ചായില്യവും ചേർത്ത് നീലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പഴയ ചുവർ ചിത്രം. പുനരാവിഷ്കരണത്തിലും അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ പ്രസാദ് പറഞ്ഞു. ഉത്തര കേരളത്തിൽ അഷ്ടമാതൃ ആരാധന നടന്നതിൻ്റെ ജീവിക്കുന്ന ചരിത്രരേഖയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള കളരിവാതുക്കൽ ചുമർ ചിത്രമെന്ന് തന്ത്രശാസ്ത്ര പണ്ഡിതനും ചുമർ ചിത്ര ഗവേഷകനുമായ സുധീഷ് നമ്പൂതിരി പറഞ്ഞു. കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ചുമർചിത്ര പുനരാഖ്യാനം നമ്മുടെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പഴയ ചിത്രം ജീർണോച്ചാവസ്ഥയിലായതുകൊണ്ട് നമ്മൾ പുതിയ ചിത്രം വരക്കുവാൻ തീരുമാനിച്ചു. ദേവിയുടെ അത്യപൂർവമായ ഭാവങ്ങളിൽ ഒന്നാണ് ആ ചിത്രം. നമ്മുടെ അവകാശമായിരുന്നു. ചടങ്ങിൽ ചിറക്കൽ കോവിലകം ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയരാജ, ക്ഷേത്രം മൂത്രപിടാരർ താഴത്തില്ലത്ത് വടക്കനിയിൽ കേശവ മൂസദ്, ചിറക്കൽ കോവിലകം ദേവസ്വം മാനേജർ CK സുരേഷ് വർമ്മ, കളരിവാതുക്കൽ ക്ഷേത്രം മാനേജർ ചന്ദ്രശേഖരൻ, TP നാരായണൻ, PV രഘുനാഥ്,
ചിത്രസമർപ്പണം നടത്തിയ വടക്കേലത്ത് കേശവ പിടാരൻ, ആര്യംവള്ളി നടുവിലെ ഇല്ലത്ത് ഉഷ, രഞ്ജിത്ത് കളരിവാതുക്കൽ, സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. ചിറക്കൽ കോവിലകം വലിയ രാജ CK രാമവർമ്മ, ചിത്രകാരൻ ശാസ്ത്രശർമ്മൻ പ്രസാദിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു.